ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടെങ്കിലും രാവിലെ ഇത്തിരി വൈകിട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവാണ്. ഇന്നൊരു സൺഡേ ആണ്. ഗുഡ് മോർണിംഗ് പറയാൻ കുഴപ്പമൊന്നുമില്ല. അല്ല, ഗുഡ് മോർണിംഗ് പറയണതിന് കുഴപ്പമൊന്നുമില്ല. സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് എഴുന്നേക്കാൻ വൈകി. പിന്നെ രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ നീങ്ങി, അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതെ വരണ്ട കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. പിന്നെ ചോറ് വെച്ചിട്ടില്ല, കറി അടപ്പത്തേക്ക് വെച്ചു. പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് പാവയ്ക്ക വേവിക്കാൻ വെച്ചു. ചോറ് നമുക്ക് പതുക്കെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഉണക്കമീൻ വറുത്തതും, അങ്ങനെ ബീൻസ് മെഴുക്കുവരട്ടി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കറികളാണ് കേട്ടോ. വളരെയധികം കറികളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ കറികളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കറികൾ ഉണ്ടാക്കാത്തത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബീൻസ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ബീൻസും കൂടി ചേർക്കാറുണ്ട് ഈ ഒരു ബീൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബീൻസ് കറി വെച്ചതുകൊണ്ട് മേടിക്കായിരുന്നു. അപ്പം ഞാനത് ക്യാരറ്റ്, ബീൻസ് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രം ചേർത്തിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് മാത്രം മതി. നമ്മുടെ മെഴുക്കുവരട്ടി നമ്മുടെ ഉപ്മാവ് കളർഫുൾ ആവാനായിട്ട് ബീൻസ് വേണ്ട, ക്യാരറ്റ് മാത്രം മതി. കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കുന്നുള്ളൂ. ഉപ്മാവിൽ ബീൻസും കൂടി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ്. നീതൊക്കെ ഇഷ്ടമല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ബീൻസൊക്കെ പെറുക്കി മാറ്റി. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ കുക്കറിൽ വിസിൽ വരികയും ചെയ്തോളും. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടന്നോളൂല്ലോ. ചെറിയൊരു സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് സവോളയൊന്നും വേണ്ട. കയ്യിൽ പിടിച്ച് മുറിക്കാനുള്ളൂ. എനിക്ക് കയ്യിൽ പിടിച്ച് മുറിച്ചിട്ടാണ് കേട്ടോ എളുപ്പമുള്ളത്. രാജീവേട്ടൻ ചോപ്പിംഗ് ബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുള്ളൂ. ഒരു ഉള്ളിയുടെ തൊലി കളയണമെങ്കിൽ പോലും ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കൈ മുറിക്കണ്ടല്ലോ. കൈ മുറിയില്ല, അത് ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതെ. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുക്കുന്ന വീഡിയോ ആണെങ്കിലും ക്രിസ്മസ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുന്നത് ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തി, ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് കാണിച്ചു തരാം. സവോളയും കട്ട് ചെയ്തു. ഇനി 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ റോസ്റ്റഡ് റവയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റവ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റോസ്റ്റഡ് റവ അല്ലാന്നുണ്ടെങ്കിൽ റവ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റോസ്റ്റഡ് റവ ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ട് മാത്രം ഉപ്മാവ് ഉണ്ടാക്കുക. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫാൻ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ഉപ്പുമാവിൻ്റെ പരിപാടി നോക്കാം. ഞാൻ റവ എടുത്തിട്ട് വരട്ടെ. കുറച്ച് വെള്ളം തിളപ്പിക്കാനും വയ്ക്കണം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇഞ്ചിയും കൂടി മുറിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ സ്പോഞ്ച് വേറെ ഉണ്ടോ? ഉണ്ട്, ഇതിന്റെ അടിയിലുണ്ട്. ഈ കബോർഡിന്റെ അടിയിലുണ്ട്. ഇതിന്റെ അടിയിലാണ്. അത് മാറ്റാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി അങ്ങോട്ട് കുനിഞ്ഞു നോക്കി. ഏറ്റവും അടിയില് കിട്ടിയില്ലേ? ഞാൻ ഇഞ്ചിയൊക്കെ വലിയ പീസായിട്ട് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. കിച്ചൂസാണ് ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. തുടച്ചിട്ട സ്റ്റൗ ആണ്. എനിക്ക് കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റൗ ആകെ നാശമാവും. അതാണ് എൻ്റെ ബുദ്ധി.
എങ്ങനെ കുടിച്ചാലും സ്റ്റൗവിലൊക്കെ കടുക് തെറിച്ചിട്ടുണ്ടാവും. ഉത്സവമായിട്ട് എനിക്ക് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. കിച്ചൂസ് ഫേഷ്യൽ ചെയ്ത് ഉത്സവം. ഞങ്ങൾ എല്ലാ പരിപാടികളും വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കിച്ചൂസ് എന്നെ മുടി വെട്ടും, രാജീവനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടി കൊടുക്കും. അത് കോവിഡ് തുടങ്ങിയ സമയത്ത് തുടങ്ങിയതാണ്. എന്റെ മുടി വെട്ടാനായിട്ടാ? അല്ല, എന്റെ മുടി വെട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതല്ല, കിച്ചൂസിന്റെ മുടി. കിച്ചൂസിന്റെ മുടി അല്ലല്ലോ. കിച്ചൂസ് എന്റെ മുടിയും ഞാൻ കിച്ചൂസിന്റെ മുടിയും വെട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാനോർത്ത് കോവിഡ് തുടങ്ങിയപ്പോ. കോവിഡ് തുടങ്ങിയിട്ടൊന്നുമില്ല, മറന്നുപോയോ? ഞാൻ മറന്നുപോയി, സോറി. അപ്പൊ എന്റെ മുടി ഒന്ന് ട്രിം ചെയ്യാനുണ്ട്, മുടി ഉണങ്ങിയിട്ട് വേണം ട്രിം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. കടുക് പൊട്ടി തിരക്കരുത്. ഞാൻ വറ്റൽമുളക് ഇട്ട് വെക്കണ പാത്രം ഉണ്ട്, തൈരല്ല. ഞാൻ ഇങ്ങനെയുള്ള പാത്രത്തില് വറ്റൽമുളകിന്റെ ആ ഒരു തണ്ട് മാറ്റിയിട്ട് ഇട്ട് വെക്കും. അപ്പൊ നമുക്ക് വേഗം വേഗം വറ്റൽമുളകൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നമുക്ക് എടുത്ത് ഇടാൻ എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ മോശമായി പോവില്ല. കണ്ടോ, എന്റെ ഓരോരോ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുക്കും കഴുകും, അതാണ് എന്റെ പരിപാടി. സാധാരണ കൂടുതൽ ആൾക്കാരും പണിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിന്നൊരു 1 മണിക്കൂർ പാത്രം കഴുകും. ഇത് ഞാൻ അപ്പം എടുക്കും, കഴുകും. ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പം തന്നെ പാത്രം കഴുകും. അങ്ങനെ ആകുമ്പോൾ കുറേ ജോലികൾ എളുപ്പത്തിൽ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി നമ്മൾ അടുത്ത ജോലിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവും. ജോലിഭാരം കുറയ്ക്കാം. അതെന്റെ ഒരു പോളിസിയാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഒരു സിങ്ക് നിറയെ പാത്രം കിടക്കുന്നത് കാണാം. നമുക്ക് ആ ഒരു പരിപാടി ഇഷ്ടമല്ല. പിന്നെ ഒട്ടും വയ്യാതെ വന്നാലൊക്കെ മാത്രം അത് നമ്മള് 2-3 റെസിപ്പി, ഇപ്പൊ കേക്ക് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറെ പാത്രം വരും കേട്ടോ. അല്ലാത്ത സാഹചര്യങ്ങളിൽ പരമാവധി നമ്മളിങ്ങനെ എടുക്കുന്നത് കഴുകി പോവും. ഇനിയിപ്പോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പാത്രം മാത്രമേ ഉള്ളൂ കഴുകാനായിട്ട്, ബാക്കി ഒന്നുമില്ല. ബാക്കി എല്ലാം കഴുകി കഴിഞ്ഞു. അതെ, ഈ പാല് തിളപ്പിക്കുന്നത്, ചായ തിളപ്പിക്കുന്നതൊക്കെ കുതിർത്തി വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ തേങ്ങ ചേർത്ത് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ചേർത്തിട്ടാണ് ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ശരിക്കും പച്ചത്തേങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ്. അതെ, ഇപ്പൊ ഇത്തിരി ഉണങ്ങിയ തേങ്ങയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ തെങ്ങ് തയ്യാറായി. പച്ചത്തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പുമാവിന്. തേങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് റവയാണ്. എൻ്റെ കയ്യിൽ 2 പാത്രത്തിലായിട്ടാണ് റവ ഇരിക്കുന്നത്. 2 പാത്രത്തിലല്ല, 2 കിറ്റില്. ഞാൻ ഈ റവ ആദ്യം എടുത്തത് കംപ്ലീറ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റവ പപ്പടം കാച്ചാൻ വെച്ചോട്ടെ. ഇപ്പൊ വെക്കല്ലേ, ഇതൊന്ന് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാനുള്ള സമയം തരൂ. നമ്മൾ തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് കഴുകിയെടുത്തിട്ട് ഞാൻ റവയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് ഉപ്പുമാവ്
റെഡിയായി വരാനായിട്ട്. ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഉപ്പുമാവ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് സെറ്റായി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കല്ല, ഇങ്ങനെ ഒരുമിച്ച് ആക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഫൈനൽ സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ സെറ്റായി വരുന്നുണ്ട്. നമ്മളെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. വീണ്ടും ഒന്ന് യോജിപ്പിച്ച് വെക്കുക. അതിന് ശേഷം വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ തേങ്ങയൊക്കെ ആടിയില്ലേ അതിൽ വെള്ളം ചേർത്തതിന് ശേഷം പിന്നെ റവ ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ റവ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. റവ എല്ലാ സൈഡും ഒരുപോലെ കുക്കായി വരില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പല രീതിയിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയി വരാനായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അമ്മ ഈ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആ ചട്ടിയിൽ പിടിച്ചിരിക്കുന്ന കുറച്ച് പോർഷൻ ഉണ്ടാവും ഉപ്പുമാവൊക്കെ എടുത്തു കഴിയുമ്പോൾ ഞാനത് കുത്തി എടുത്തിട്ട് മറ്റേ കയ്യിലുകൊണ്ട് ഇങ്ങനെ കുത്തി എടുക്കും. നല്ല ടേസ്റ്റാണ് അതിന്. ലാസ്റ്റ് ആകെ ചട്ടിയിൽ പിടിച്ചിരിക്കണതിന്. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ കഴിച്ചിട്ടില്ലോ കഴിച്ചു നോക്ക്. വളരെ ഇഷ്ടപ്പെടും. ഇരുമ്പിന്റെ ചട്ടിയിലേ പറ്റുള്ളൂ, നോൺ സ്റ്റിക്കിൽ പറ്റില്ല. അയ്യോ, നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഇത് കുത്തിയത് സെപ്പറേറ്റ് എടുത്ത് വെക്കാം. വീട്ടില് വേറെ ആരും അങ്ങനെ കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രം ചെയ്യണ ഒരു പരിപാടിയാണ്. ഒരു വീട്ടിൽ ഒരാൾക്കല്ലേ ചട്ടി കിട്ടുള്ളൂ. ഒരു വീട്ടിൽ ഒരാൾക്ക് ചട്ടി കിട്ടുള്ളൂ. അത് എൻജോയ് ചെയ്യാൻ അറിയാവുന്ന ആൾ മാത്രം ആ പണിക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ആ പണിക്ക് കിട്ടില്ല. എല്ലാവർക്കും ചട്ടി കിട്ടില്ലല്ലോ. എല്ലാവർക്കും ചട്ടി കിട്ടില്ല. അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ അതുപോലെ തന്നെയാണ് പാലട ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ആ പായസമൊക്കെ എടുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചട്ടിയിൽ കുറച്ച് പാലൊക്കെ ഉരുളിയില് പാല് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതിങ്ങനെ തോണ്ടി എടുത്തിട്ട് കഴിക്കുന്ന പ്രത്യേക ടേസ്റ്റാ. ഇവിടെ ഉരുളി കഴിക്കണേന് ഒരു ഉരുളി വടിച്ചാണ് എടുക്കുന്നത്. അത് ഗ്ലാസ്സിൽ കഴിക്കണ പായസത്തിന്റെ ടേസ്റ്റ് ഇല്ല, അതിന് വേറെ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉരുളി കഴിക്കണ പണി പകുതി കുറവാണ്. പകുതി രാജുവേട്ടൻ പഠിച്ചു തരും. കിച്ചൂസ് ഒന്നും അങ്ങനെ പഠിക്കുന്നില്ലല്ലേ? കിച്ചൂസിന് അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. കിച്ചൂസ് കഴിക്കും. ഉണക്കച്ചമ്മീൻ വറുത്ത പാത്രമാണെങ്കിൽ ഏറ്റവും അവന്റെ കോമ്പിനേഷൻ എല്ലാം ഭയങ്കര വ്യത്യസ്തമായ. കഴിഞ്ഞ ദിവസം ബീഫ് ഉണ്ടാക്കിയ ബീഫും പഴംപൊരിയും കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. ഉണക്കച്ചമ്മീനും പഴംപൊരി ഇങ്ങനത്തെ കോമ്പിനേഷനൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ ഇന്നേരെ കഴിച്ചിട്ടില്ല ഉണക്കച്ചമ്മീനും പഴംപൊരി കൂട്ടിട്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് കഴിച്ചാലും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടാൽ മതിയല്ല. അല്ല, ഇവിടെ മുരിക കേഫിലും ബീഫും പഴംപൊരിയും ഭയങ്കര സ്പെഷ്യലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബീഫും പഴംപൊരിയും ട്രൈ ചെയ്ത് നോക്കിയത്. ബീഫും പഴംപൊരിയും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ബീഫിന് നല്ല ടേസ്റ്റ് ആണ്, പഴംപൊരിക്കും നല്ല ടേസ്റ്റാ. രണ്ടും കൂടി കൂടുമ്പോ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇനി പപ്പടം കാച്ചാൽ മതി. ഉപ്പുമാവ് ഒന്ന് ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അതാ ഉപ്പുമാവ് റെഡി. ഉപ്പുമാവ് എല്ലാവരും പഴം ചേർത്ത് കഴിക്കാറുണ്ടോ, പഞ്ചസാര ചേർത്ത് കഴിക്കാറുണ്ടോ? ഞങ്ങൾ കറി ചേർത്തിട്ട് അല്ലെങ്കിൽ പപ്പടം ചേർത്തിട്ടാണ് കഴിക്കുക. എനിക്ക് പഴവും പഞ്ചസാരയൊന്നും ചേർത്തിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. ചില ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് നമ്മൾ ഉപ്പുമാവിന് കറി ഉണ്ടാക്കും അല്ലെങ്കിൽ പപ്പടം ചേർത്ത് കഴിക്കുന്ന പറയുമ്പോൾ പഴം പോരി, എന്തിനാണ് കറി അല്ലെങ്കിൽ എന്തിനാണ് പപ്പടം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇന്നുവരെ പഴം ചേർത്ത് ഉപ്പുമാവ് കഴിച്ചിട്ടേ ഇല്ല. ഞാനും കഴിക്കാൻ തോന്നിയിട്ടില്ല സത്യത്തിൽ. ആ ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവനവന്റെ ഇഷ്ടമാണല്ലോ ഏറ്റവും വലുത്. ഇതാണ് നമ്മുടെ പപ്പടപാത്രം. ഉരുളക്കിഴങ്ങ് ഉലർത്തിയതും ഉപ്പുമാവും നല്ല കോമ്പിനേഷൻ. കൂർക്കയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. ഇപ്പൊ കൂർക്ക സീസണാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. കൂർക്ക ഉലർത്തിയതും ഉപ്പുമാവും ഏറ്റവും നല്ല കോമ്പിനേഷൻ. രണ്ട് പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി.
അപ്പോൾ നമുക്കിനി പപ്പടം കാച്ചാം. ഞങ്ങൾ ചായ തിളപ്പിക്കില്ല കേട്ടോ, ചായ കുടി എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ചായ കുടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, പണ്ടൊരു കാലത്ത്. ഷുഗർ ഇല്ലായ്മയും ഷുഗറും ഒക്കെ കൂടി ആയതുകൊണ്ട് ചായ കുടിക്കാറില്ല. ചായ ഗ്രീൻ ടീ കുടിക്കുക. ഗ്രീൻ ടീ രാവിലെ കുടിക്കും, അല്ലാതെ പിന്നെ ചായ തിളപ്പിക്കില്ല. കിച്ചൂസിന് മാത്രം ഒരു ഗ്ലാസ് കാപ്പി, അതാണ് രാവിലെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത്. ഒരു ഗ്രീൻ ടീ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് കാപ്പി. നേരത്തെ നീത ബ്രൂ കോഫിയാണ് കുടിച്ചോണ്ടിരുന്നത്. അത് രാവിലെ മറ്റേ ജീരകവെള്ളം തിളപ്പിച്ചിരുന്ന പോലെ. അയ്യോ, 2 കപ്പ് ഒരുമിച്ച് വീണു. കല്യാണ വീട്ടില് പപ്പടം കാച്ചുന്ന പോലെയായി. ഷുഗർ ലോ ആയത് കാരണം നേരത്തെ നല്ല മധുരം ഇട്ടിട്ട് ബ്രൂ കോഫി തിളപ്പിച്ച് വെച്ചേക്കും. അത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഞാനത് നിർത്തലാക്കി. ഇപ്പൊ ബ്രൂ കോഫി നിർത്തലാക്കി ഫ്രൂട്ടിയിലേക്ക് മാറി. എന്നാലും ഫ്രൂട്ടി ഡെയിലി കുടിക്കാറൊന്നുമില്ല. ഇപ്പൊ കുറെ ദിവസം കൂടിയിട്ട് ഇന്നല്ല ഫ്രൂട്ടി കുടിച്ചത്. അതെനിക്കൊരു തോന്നലായിരുന്നു. കാരണം ഈ വീട്ടിലെ ഏത് മൂലക്ക് നോക്കിയാലും ഫ്രൂട്ടിയുടെ ബോട്ടിൽ കാണാം അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ഫ്രൂട്ടി അത്ര നല്ലതല്ലെന്ന് പറയണുണ്ട്. എല്ലാം നല്ലതല്ലേ, എന്താ നല്ലത്? ഒന്നും നല്ലതല്ല. ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടതാ, ഞാൻ പറഞ്ഞില്ലേ ഓട്സ് നല്ലതല്ലെങ്കിൽ പിന്നെ എന്താ നല്ലതല്ല. ഓട്സ് ആ ഒരു ബ്രാൻഡിന്റെ മാത്രമല്ലേ പറഞ്ഞു കേട്ടേക്കുന്നത്, വേറെ ഗൂഗിളിൽ വന്ന ന്യൂസ് ആണ്. അതും നല്ലതല്ലെന്ന് പറയണ, പിന്നെ എന്താ നല്ലതല്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഞങ്ങള് ഇപ്പൊ ഈ കഴിക്കുന്ന സമയമാകുമ്പോ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ലേ. പിന്നെ കിച്ചൂസ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ, കിച്ചൂസിനെ വിളിച്ചിട്ടില്ല. ഇത് നല്ല പപ്പടമാണ് കേട്ടോ. ഇങ്ങനെ ചില സമയത്ത് നമുക്ക് നല്ല പപ്പടം കിട്ടും. ഈ ഒരു ബ്രാൻഡിന്റെ പപ്പടം നല്ല പപ്പടമാണ്. വേറെ ഇവിടെ 2 ബ്രാൻഡിന്റെ പപ്പടം കിട്ടും, പക്ഷെ ഇത് ഏറ്റവും നല്ല പപ്പടം. എനിക്ക് ഇഷ്ടമാണ് ഈ പപ്പടം. ഇതുപോലെ പൊങ്ങുന്ന പപ്പടമാണ് നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള പപ്പടം. നേരത്തേക്ക് ഇത്ര നന്നായിട്ട് പോകണം. മറ്റേ ഓണസദ്യക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പപ്പടം മേടിക്കില്ലേ, അത് നല്ല അടിപൊളി. അത് പക്ഷെ തൃപ്പൂണിത്തുറയിലെ ഗുരുവായൂർ പപ്പടമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പപ്പടം നമ്മൾ മേടിക്കാറില്ല, കിട്ടാറൊന്നുമില്ല. അവിടെ ഉണ്ടല്ലേ? സാധാരണ ആ ഓണത്തിന് വരുന്നതിനൊരു പ്രത്യേക ഫ്രണ്ടില് തന്നെ ഉണ്ട്. ആ പപ്പടവും നല്ല പരിപ്പ് പായസം കൂടി കൂട്ടി അങ്ങോട്ട് പിടുത്തം പിടിച്ച അടിപൊളി. കൊതിപ്പിക്കരുത്, പരിപ്പ് പായസം ഉണ്ടാക്കാനുള്ള സമയമില്ല. പരിപ്പ് പായസം കിട്ടാൻ ഒരു വഴിയില്ല. ക്രിസ്മസ് ആകുമ്പോ എല്ലായിടത്തും കേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പായസം ഉണ്ടാവില്ല. ഇനി ബേക്കറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവമേ ഒരു പപ്സ് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒന്നും കിട്ടുക പോലും ഇല്ല. കേക്ക് മാത്രം രക്ഷ. നമ്മുടെ പായസം ബേക്കറിയിൽ പോലും പപ്സ് അല്ല കേക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ കട വന്നിട്ടില്ല. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് പായസം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേക്കറി ഉണ്ട് കേട്ടോ, കടവന്ത്രയില്. വിനായകയുടെ പായസമാണ് അവര് അവിടെ സപ്ലൈ ചെയ്യുന്നത്. വിനായകയില് പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാവും ആ ബേക്കറിയില്. പക്ഷെ ഇത്തിരി ഭേദപ്പെട്ട പരിപ്പ് പായസം കിട്ടണമെങ്കിൽ അവിടെയാണ് ഇപ്പൊ കിട്ടുന്നത്. മറ്റേ വിൽക്കാൻ വെച്ചേക്കുന്ന പരിപ്പ് പായസത്തിലും നല്ലത് അവിടുത്തെയാണ്. വേറെ റോഡ് സൈഡിൽ മറ്റേ ടെന്റ് പോലെയൊക്കെ അടിച്ച് പരിപ്പ് പായസം വിൽക്കാൻ നിൽക്കുന്നുണ്ട് കാക്കനാട് ഭാഗത്തൊക്കെ. അതൊക്കെ വെറുതെ ബിസിനസിന് വേണ്ടി ചെയ്യുന്നതാണ്. ടേസ്റ്റ് കുറവാണ്. 12:30 വരെ കിട്ടുള്ളൂ. 12:30 കഴിഞ്ഞാൽ പിന്നെ പായസം കിട്ടില്ല. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എത്തണം. പപ്പടം മുഴുവൻ കാച്ചി കിട്ടെ, മുഴുവൻ കാച്ചിക്കും. ചോറിന് കൊടുക്കാമല്ലോ, രണ്ടാമത് പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പപ്പടം കാച്ചി തീർത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉപ്പുമാവൊക്കെ പ്ലേറ്റിലേക്ക് ആക്കട്ടെ. അപ്പൊ ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ പെറുക്കി വെക്കാണ്. ചോറ് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് പാക്യം മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. ചോറ് വെന്ത് കഴിയുമ്പോൾ വാർക്കണം. പിന്നെ മുടിയുടെ തുമ്പ് വെട്ടണം. രാജീവേട്ടനും കിച്ചൂസിനും മുടി വെട്ടണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എനിക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുട്ട വേവിച്ചെടുക്കാനുണ്ട്. കുറച്ച് മുട്ടയെന്ന് വെച്ചാൽ ഒരു 4-5 മുട്ട വേവിച്ചെടുക്കാനുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ അടുത്ത വ്ളോഗിൽ കാണും കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള സ്നാക്കാണ് അത്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ, ചോറും വേവട്ടെ. അപ്പോൾ ഞാൻ എന്താ ബാക്കി മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ചോറ് കുക്കായി, ചോറ് വാർത്തില്ല കേട്ടോ. ചോറ് വാർക്കാൻ വേണ്ടിയാണ് ഞാൻ അരി ഇട്ടത്. പക്ഷെ രാജീവേട്ടൻ, ഞാൻ കുറച്ച് സമയം കിടന്നപ്പോൾ രാജീവേട്ടൻ അത്
കുക്കർ തുറന്ന് കഞ്ഞിയാക്കി വെച്ചു. പെട്ടെന്ന് മാർക്കണമെന്നുള്ള ഞാൻ ഓർത്തില്ല. കൂടുതൽ എന്തുകൊണ്ടില്ലാന്ന് വെച്ചാൽ അതിന്റെ അടപ്പ് തുറന്നിട്ട് കഞ്ഞിയാക്കി വേറൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ച്. അങ്ങനെ ഇതിവിടെ കഞ്ഞിയായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചോറ്. അപ്പൊ ഞാൻ പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട നമുക്ക് വൈകുന്നേരം സ്നാക്ക് ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അടുത്ത സ്നാക്കായിട്ട് അടുത്ത വ്ളോഗായിട്ട് ചെയ്യാം. പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഒന്ന് വെട്ടണം. എൻ്റെ മുടിയുടെ തുമ്പ് ഇങ്ങനെ അണീവനായിട്ട് കിടക്കണം, അതൊന്ന് ഈക്വലാക്കി എടുക്കണം. പിന്നെ കിച്ചൂസിൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കുറച്ച്. പിന്നെ എൻ്റെ 2 ബ്ലൗസ് ചെറുതാക്കാനുണ്ട്. അങ്ങനെ എല്ലാം കൂടി എനിക്ക് നല്ല പണിയാണ്. ഇന്ന് രാജീവേട്ടൻ വീട്ടിലേക്കുണ്ട്. രാജീവേട്ടൻ്റെ നല്ല ജോലിയാണിത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിതൊന്നും മെഴുക്ക് വരട്ടിയാക്കി എടുത്തിട്ട് രാജീവേട്ടൻ പാത്രം കഴുകാനിക്കാം. അപ്പോൾ കിച്ചൂസിന് നൂഡിൽസ് ഉണ്ടാക്കിയ പാത്രം കഴുകാനുണ്ട്. പിന്നെ എന്തോ കുക്കറിൻ്റെ അടപ്പ് കഴുകാനുണ്ട്. അങ്ങനെ 1-2 പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നല്ല കയ്പുള്ള പാവയ്ക്കാണ് കേട്ടോ. ഞാൻ പാവയ്ക്കയുടെ ഒരു പീസ് കഴിച്ചു എന്ന് വെച്ചാൽ പാവയ്ക്കയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷുഗർ ഇപ്പോൾ താഴ്ന്നു പോകും. അപ്പം ഞാൻ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹൽവ കഴിച്ചതാണ്. കുറച്ച് ഹൽവ കണ്ട കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഷുഗറാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഹൽവ കണ്ട അപ്പം കഴിക്കണം, അല്ലെങ്കിൽ ശരിയല്ലത്. അത് നിയമപരമായി ശരിയല്ല. നമ്മള് പാവക്കും എന്ത് ചെയ്യണം? എന്താ പറയുന്നത്? മെഴുക്ക് വരട്ടിയാണോ? മുളക് കുറവാണ്, കളർ എരിവ് കൂടുതലുള്ള മുളക് പൊടിയാ. അപ്പോ പാവക്ക മെഴുക്ക് വരട്ടി എല്ലാരും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ 11:45 ഉണ്ടാക്കരുത്. ഉച്ചക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ. കാരണം രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് പാവക്ക മെഴുക്ക് വരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം അതൊന്ന് ഇരിക്കണം ശരിക്കും. ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോ പാവക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് 1 മണിക്ക് ഊണ് കഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇന്നിപ്പോ എഴുന്നേറ്റ് തന്നെ വൈകി ആയതുകൊണ്ട് പാവക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വൈകിപ്പോയി. എന്ത് കറിയും നമ്മൾ രാവിലെ 8 മണിയാകുമ്പോൾ ഉണ്ടാക്കും കേട്ടോ. 8 മണി 7:30 ആകുമ്പോൾ ഉണ്ടാക്കി വെക്കും. പ്രത്യേകിച്ച് പാവക്ക പൊതുവെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കറിയാണ് പാവക്ക. അപ്പൊ അത് പാവക്ക ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും നല്ലൊരു ടിപ്പാണ് രാവിലെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ടൊരു ചേമ്പുണ്ട എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. കണ്ടമാനം കഴിക്കാൻ ഇഷ്ടമില്ല, കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കറിയായിട്ട് എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു എപ്പോഴാണ്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഇപ്പൊ ഉപ്പ് നോക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത്. ഉപ്പ് നോക്കിയ ഷുഗർ കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉപ്പ് നോക്കിയതിന്റെ ഭാഗമായിട്ട് ഹൽവ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടി സ്ഥിരം വെട്ടുന്നത് രാജീവണ്ണാണ്. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊന്ന് സ്റ്റെപ്പ് കട്ട് ചെയ്തു. ഇപ്പൊ സ്റ്റെപ്പ് കട്ടൊക്കെ ഏത് വഴിക്ക് പോയിന്നറിയില്ല. സ്റ്റെപ്പ് കട്ടൊക്കെ പോട്ടെ. സ്റ്റെപ്പ് കട്ട് വരുമ്പോഴത്തേക്കും ചുരുണ്ടൊക്കെ വരുമ്പോ കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ മുടിയുടെ ലെങ്ത് കുറയും. അപ്പൊ ഇനി സ്റ്റെപ്പ് കട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ മറ്റേ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങിട്ടോ ഇന്നലെ മുതല്. എണ്ണയുടെ പേരൊന്നും അറിയില്ല. കാച്ചിയ എണ്ണ. അച്ഛൻ കാച്ചിയ എണ്ണ. എത്ര വർഷം മുമ്പ്? 4 വർഷം മുൻപ്. 4 വർഷമൊന്നും അല്ലെന്നോ? 4 അല്ല, 6 വർഷം ഉണ്ടോ? 6 വർഷം ഉണ്ടോ? എണ്ണ കളർ ഞാൻ കാണിച്ചോട്ടെ. ഇപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഊരലിട്ട് ഇടിച്ച് എന്റെ പാട് വന്നു. മറ്റേ നെല്ലിക്ക ഞാൻ എണ്ണ എടുത്തോണ്ട് വരാം, കളർ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ട് വരാം. അപ്പൊ എണ്ണയുടെ മണം എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല കേട്ടോ. നല്ലൊരു മണമുള്ള എണ്ണയാണ്. നല്ല കാച്ചെണ്ണ മണമുള്ള എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാൻ പറ്റിയ അങ്ങനത്തെ ഒരു എണ്ണയാണ് കേട്ടോ. പക്ഷെ ആ എണ്ണ കൊണ്ട് നല്ല ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എനിക്ക്. പിന്നെ എനിക്ക് മടിയായിട്ടാ ഞാനത് പറ്റാതിരുന്നത്. ഇടയ്ക്ക് നമുക്ക് മടി വരുമല്ലോ എണ്ണ. ഓരോ എണ്ണ മാറ്റി ട്രൈ ചെയ്ത് നോക്കും. ചില സമയത്ത് എണ്ണയെ പറ്റില്ല. പക്ഷെ ഇപ്പൊ മുടി കൊഴിഞ്ഞ് തീരാറായപ്പോൾ ഞാൻ വീണ്ടും ആ എണ്ണയിലേക്ക് തിരിഞ്ഞു. പക്ഷെ നമുക്ക് മഴക്കാലത്ത് ആ എണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കയ്യുണ്ണിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മഴക്കാലത്ത് നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ കാച്ചിയ എണ്ണ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കാച്ചിയതാണ് കേട്ടോ. നെല്ലിക്കയുണ്ട്, കയ്യുണ്ണിയുണ്ട്, കറ്റാർവാഴയുണ്ട്, പിന്നെ എന്തൊക്കെയുള്ളത്?
കുരുമുളകല്ല, അഞ്ചനക്കല്ലുണ്ട്. കുരുമുളക് കാച്ചി മൂത്ത് വരുമ്പോഴും എണ്ണ മൂത്ത് വരുമ്പോ ഒരു 4-5 കുരുമുളക് ചേർക്കും. പച്ചക്കർപ്പൂരുണ്ട്. അങ്ങനെ നല്ല കുറെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ ഒരു എണ്ണ കാച്ചി എടുക്കുന്നത്. നല്ലൊരു മണം ഉണ്ട് കേട്ടോ ഈ എണ്ണയ്ക്ക്. നിങ്ങൾക്ക് മണം ക്യാമറയിൽ കൂടി അറിയിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് കളർ ഇതാണ് നമ്മുടെ എണ്ണയുടെ. 6 വർഷത്തെ അതെ. അപ്പോൾ ഇത് തന്നെയാണ് മേളിലിരിക്കുന്ന കുപ്പിയും. ഇത് ഞാനിപ്പോൾ ബാത്റൂമിൽ ഒരു ചെറിയ കുപ്പിയിലാക്കി വെച്ചിരുന്നതാണ്. ഇതിനി ഞാൻ എണ്ണ പകർത്തിക്കിട്ടെ. ഞാൻ രാവിലെ എണ്ണ തേച്ച് കുളിച്ചതാണ്. പിന്നെ ഇത് പകർത്തിക്കിട്ടെ. അപ്പോൾ മുടി വെട്ടിയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഞങ്ങൾ ബ്ലൗസ് ചെറുതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രാജീവേട്ടൻ തന്നെ തയ്ച്ച ബ്ലൗസ് രാജീവേട്ടൻ തന്നെ ചെറുതാക്കി തരാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട് ബ്ലൗസൊക്കെ ചെറുതാക്കിയാലേ ഇനി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കൈയൊക്കെ അത്യാവശ്യം ലൂസ് ഉണ്ട്. കൈയല്ല, മൊത്തത്തിൽ ബ്ലൗസ് ചെറുതാക്കി എടുക്കണം. എത്രത്തോളം നല്ല ഗുണ്ടുതടിച്ചായിരുന്നു, ഇപ്പൊ വണ്ണമൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ എത്രത്തോളം ചെറുതാക്കണം അതിന്റെ കണക്കൊന്നും ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറക്കണം, ഇവിടെ ഒരു 3/4 ഇഞ്ച് കുറക്കണം. അതാണ് ഇപ്പൊ നമ്മൾ ഇട്ട് നോക്കിയിട്ട് മനസ്സിലായത്. താഴത്തേക്ക് 1.1 കുറക്കണം. 2 പീസ് എടുത്ത് ചോക്ക് എങ്ങനെ കളയാൻ പറ്റില്ല. പിന്നെ കിച്ചൂസിന്റെ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. എൻ്റെ വേറെ 2 ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അത്യാവശ്യം സ്റ്റിച്ചിങ് നമ്മൾ ചെറുതാക്കലാണ് എല്ലാം ഉദ്ദേശിക്കുന്നത്. അതെ, സ്റ്റിച്ചിങ്ങും റീസ്റ്റിച്ചിങ്ങും പാച്ച് വർക്കും ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അത് ബ്രൗൺ അല്ലേ സെന്ററും അതൊന്നും നോക്കാനൊന്നുമില്ലേ? അതില് നൂലുണ്ട്. ഇപ്പൊ ചെയ്യുന്ന മെഷീൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പോലെയൊക്കെ തോന്നുന്നു കാണുന്നു. പക്ഷെ ഇതൊക്കെ തയ്ച്ചത് ഞാൻ തന്നെയാണ്. അതാണ് അതിന്റെ എന്താണ് ചിരിക്കുന്നത്? അല്ല, നൂലില്ലാണ്ടാണ് തയ്ച്ചു പോണെന്ന് നോക്കിയത്. ഇന്നലെ ഇതിൽ വെച്ചിട്ടുണ്ടായില്ല. ഇന്നലെ ഇതിൽ വെച്ചിട്ടുണ്ടാവില്ല. മെഷീൻ വീട്ടിലുണ്ടെങ്കിലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പണി ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൈലറിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കാൻ ഒരു മടി തോന്നും. പലപ്പോഴും ഇട്ട ഡ്രസ്സ് നമ്മൾ ഇത്തിരി ലൂസ് ആക്കണം, ഇത്തിരി ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് കുറേ ബ്ലൗസും കുറേ തുണികളും ഇങ്ങനെ നല്ല ഡ്രസ്സ് തന്നെ പോവാറുണ്ട്, യൂസ് ചെയ്യാതെ പോകുന്നു. ഇതിപ്പോ 3 വർഷമായി ഞാൻ ഈ ബ്ലൗസ് ഇവിടെ വെച്ചായിരുന്നു. സൂര്യയുടെ കല്യാണത്തിന് ഇട്ടതാ, പിന്നെ ഇട്ടിട്ടില്ല. 3 വർഷമായി. അതാണ്. അപ്പൊ മെഷീൻ പറഞ്ഞാൽ എല്ലാരും വാങ്ങും തയ്ക്കാൻ. അത്യാവശ്യം ഒന്ന് ലൂസാക്കാനോ അല്ലെങ്കിൽ ടൈറ്റ് ആക്കാനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ പണികൾ ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ ഒരു മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് അങ്ങനെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ അതുപോലത്തെ ഒരു 10 ഡ്രസ്സ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അതൊക്കെ നമുക്ക് കുറേ എടുക്കാമല്ലോ. ഇവിടെ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ഇട്ടായിരുന്നേ. അല്ല, ഇത് പോയി ഇട്ടിട്ടും അവസ്ഥ എന്താന്ന് നോക്ക്. വെറുതെ അടിച്ചുകൂട്ടിട്ട് ഈ പിങ്ക് ബ്ലൗസ്, ഈ വാടാമല്ല കളറിലെ ബ്ലൗസ് ആണ് എല്ലാത്തിന്റെ അളവ്. അപ്പൊ അത് ഇട്ടിട്ടും അങ്ങനെ ആ അളവ് നോക്കിയാൽ മതില്ലോ. ഇത് ലാസ്റ്റ് തയ്ച്ച ബ്ലൗസ് അത് ഇട്ട് നോക്ക്. ഇട്ട് നോക്കുന്ന അത് വെച്ച് നോക്ക്. ബ്ലൗസ് എന്നോട് ഇട്ട് നോക്ക്. അതാണ് അമ്മച്ചി 3-4 പ്രാവശ്യം അതാ പറഞ്ഞോണ്ടിരുന്നത്. അളന്ന് നോക്കുന്ന പറഞ്ഞു ബ്ലൗസ് എന്നോട് ഇട്ട് നോക്കുക, എന്നിട്ട് ആ അളവ് കറക്റ്റ് അളവ് ചെക്ക് ചെയ്യാൻ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അപ്പൊ ഈ മെഷീനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർലോക്ക് അതിൽ തന്നെ ചെയ്യാം, എംബ്രോയിഡറി ചെയ്യാം, പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബട്ടൺസ് പിടിപ്പിക്കുക അല്ലേ? ബട്ടൺസും ബട്ടൺ ഹോളും പറ്റും. ബട്ടൺസും പറ്റും. സിബ് പിടിപ്പിക്കാൻ പറ്റും. സിബ് പിടിപ്പിക്കാനുള്ള എന്തോ ഒരു സാധനം ഉണ്ട്, എനിക്കറിയാൻ പാടില്ല എങ്ങനെ. എന്തായാലും വളരെ നല്ല ഒരു മെഷീനാണിത്.
നമ്മൾ വാങ്ങിയപ്പോൾ 11,000 അല്ലേ? 11,000 എൻ്റെ ഓർമ്മ. ഓർമ്മയില്ല. ആർത്തി വിളിച്ചു പോയി വാങ്ങിന്ന് മാത്രം ഓർമ്മയുണ്ട്. മേടിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ആവേശത്തിന് പോയി മേടിക്കാണ്, പിന്നെ ബാക്കി കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് തയ്ച്ചത് 1.5 മാസം കഴിഞ്ഞാന്നല്ലോ. കൊറേ തുണി എടുത്ത് വെച്ച് നിരത്തി സ്റ്റിച്ച് അടിച്ച് വേസ്റ്റ് തുണി 1.5 മാസം കഴിഞ്ഞാ. പിന്നെ അതിന്റെ ട്യൂട്ടോറിയൽ മുഴുവൻ കണ്ട് മനസ്സിലാക്കി എടുക്കാൻ സമയം എടുത്തില്ലേ? പിന്നെ അതിന്റെ CD കൊണ്ടുവന്നിട്ടിട്ട് CD ഒരു കമ്പ്യൂട്ടറിലും പ്ലേ ആണുണ്ടായിരുന്നില്ല, ലാപ്പിലോട്ടും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ കരുതി വാങ്ങിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടിച്ച് തറക്കാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഒരു എയിമും കിട്ടാൻ സമയം എടുക്കുമല്ലോ. എയിമിന് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഒരു തുടക്കത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടായി, ചെറിയ പ്രശ്നം ഉണ്ടായി. തുടക്കത്തിൽ ഒരു ഷർട്ട് അടിച്ചിട്ട് കൊളാമ്പിയ പോലെ ഇരുന്നിച്ചു. എനിക്ക് ഇപ്പോഴും കൊളാമ്പിയ. യെസ്, അതുകൊണ്ടല്ലേ ഫുൾ സ്ലീവ് വേണ്ടെന്നും പറഞ്ഞോണ്ട് പിന്നെ ഒരു 3 കൊല്ലം ഓടിയത്. അപ്പൊ ഞങ്ങള് മുടി വെട്ടാൻ പോവാണ്. എത്ര വെട്ടുന്നുള്ളത് കണ്ടറിയാം. എത്ര വെട്ടും? അല്ല, കുറച്ച് വെട്ടിയാൽ മതി. കുറച്ച് വെട്ടാറുള്ളൂ, അധികം വെട്ടാൻ മാത്രം ഇല്ലല്ലോ. ഒരുപാട് വെട്ടണ്ട, കൂടുതൽ വെട്ടണോ? ഇതിന്റെ അഭിപ്രായം ഇഷ്ടമുള്ള പോലെ വെട്ട്, ഞാനൊന്നും പറയണില്ല. അഭിപ്രായം പറയാം. പക്ഷേ ടീഷർട്ട് കീറരുത്. ടീഷർട്ട് ഇട്ടൊന്നും ടീഷർട്ട് മുട്ടണ കണ്ടിട്ടാ പറഞ്ഞ. ടീഷർട്ട് ഒന്നും കറക്റ്റ് യു ആയിരിക്കും ഉറപ്പായിട്ട്. യുവിനൊരു ചരിവുണ്ട്, അത് കട്ട് ചെയ്ത് വരുമ്പോ കറക്റ്റാവും. ലെയർ കട്ട് ചെയ്തൊക്കെ പോയി. ഇപ്പൊ ഏകദേശം ചെറിയ ഒരു മുടിവൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കലാപരിപാടികൾക്കുള്ള സ്റ്റേജൊക്കെ റെഡിയായി കഴിഞ്ഞു. സ്റ്റേജിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്പലം കാണിച്ചു തരാം കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടൊക്കെ പിന്നെ കാണിച്ചു തരാം, മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റേജും പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ അപ്പുറത്തെ പ്ലോട്ടിലുള്ളത്. അപ്പോൾ ഇനി രാജീവേട്ടൻ്റെ മുടി വെട്ടട്ടെ. മുടിവെട്ടൽ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. മുടിവെട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാടകം അല്ല, സ്റ്റേജ് ഉണ്ടാവുന്നതല്ല. ഞാനിവിടെ മുടി വെട്ടുന്ന രീതി ആരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് എനിക്കറിയാം. സാധാരണ നമ്മള് മുടി വെട്ടുമ്പോ ഇരുന്ന് സംസാരിക്കുന്നല്ലോ, ഞാൻ ആ സ്റ്റെപ്പിന്റെ അവിടെ പോയിട്ടാ സംസാരിക്കും. അയ്യോ ഇയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയുടെ പട്ടിക്കുട്ടിയാണ്. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഈയുടെ സൗണ്ട് ഉണ്ടാവാറുണ്ട്. ഈ ചെയർ എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ചെയറാണ്. പക്ഷെ എനിക്കിതിലിരുന്നിട്ട് കുക്ക് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മുടി വെട്ടാൻ വേണ്ടി യൂസ് ചെയ്യാണ്. ബാക്ക് പെയിൻ കാരണം ഇതൊക്കെ കിച്ചണിൽ ഇരുന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ 2 ദിവസം ഇട്ട് നമുക്കൊരു എയിം കിട്ടില്ല, ഇങ്ങനെ ഇളക്കാനൊന്നൊരു കൈ എത്തണമെന്നല്ല, ഒരു എയിം കിട്ടില്ല, കറക്റ്റ് ആയിട്ടൊരു എയിം കിട്ടില്ല. കുറച്ച് കുട്ടികളല്ലേ അയ്യോ കിച്ചൺ മറ്റേ തീർത്തിട്ട് വേഗം പോകാനുള്ള ചില സമയത്തേ കിച്ചൺ തീർത്തിയായിരിക്കും. വല്ല കെട്ടിക്കഴിയുമ്പോ കുറ്റം പറഞ്ഞാൽ മതി. കുറ്റമല്ല, വെട്ടിക്കഴിയുമ്പോ വളരെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പ്രാവശ്യം വെട്ടി കൊളാക്കിയതോട് കിച്ചസിന്റെ മുടി അവിടെ പോയിട്ട് അപ്പ കൊണ്ടുപോയി വെട്ടിച്ചപ്പോഴത്തേക്കും ആ പുള്ളി 4 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ 4 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും. അപ്പൊ ആ വിഷമം എല്ലാം കൊണ്ടും അതിനുശേഷം പോയിട്ടില്ല വിട്ട. പിന്നെ പോയി. പിന്നെ ഞാൻ കിച്ചൂസ് ഏതോ ഒരു സമയത്ത് വീട്ടിൽ ട്രിമ്മർ കംപ്ലൈന്റ് കാളാത്രയിൽ മുടി വെട്ടാൻ കുറച്ച് നാൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല. കിച്ചൂസിന് ഇതൊക്കെ കത്രയൊക്കെ എടുത്ത് പിടിക്കാൻ ഉള്ള ഒരു എന്റെ തല കുളം നോക്കൂല എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്ന സമയം തൊട്ട് കിച്ചൂസാണ് എന്റെ മുടി വെട്ടുന്നത്. അമ്പലത്തില് പാട്ട് വെച്ചു. ഇനി എപ്പോ വേണമെങ്കിലും കോപ്പിറൈറ്റ് വരാം. സൗണ്ട് ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കും നമ്മുടെ മുടിവെട്ട് തീരുന്നത്. അപ്പോ അമ്പലത്തിലെ പാട്ടിന്റെ ഭാഗമായിട്ട് നമ്മള് മുടിവെട്ടൽ തൽക്കാലത്തേക്ക് നിർത്തി വെക്കുന്നത്, വീഡിയോ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. എന്താന്ന് വെച്ചാല് 5:30 ആകുമ്പോ അമ്പലത്തിൽ പാട്ട് വെക്കും. അപ്പൊ പിന്നെ നമുക്കിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മുടിവെട്ടൽ കലാപരിപാടി കഴിഞ്ഞു. ഇനി
കുളിക്കുക, അടിച്ചു വരിക എന്നുള്ള പരിപാടിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.